Hi friends, Assalamu alaikum. Malabar Teamsന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ഉറുമാമ്പഴത്തിന്റെ അച്ചാറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുക്കിംഗ് വീഡിയോ. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് വേണം, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, ഓയിൽ. മെയിൻ ആയിട്ട് വേണ്ട സാധനം ഉറുമാമ്പഴം. പിന്നെ ചുവന്ന മുളക് വേണം, കടക്, ഉലുവ, ഉപ്പ്. കാരക്ക ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കാരക്ക പകരം നമ്മളെ ശർക്കരയും ഉപയോഗിക്കാം, 100 ഗ്രാം ശർക്കര. പിന്നെ കറക്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ആദ്യം പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് നമ്മൾ 5 ടീസ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുക്, 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇടുക. കടക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ആഡ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ കരിവേപ്പിലും കൂടെ അതിൽ ആഡ് ചെയ്യണം, കാരണം എണ്ണ നല്ലോണം ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കരിവേപ്പിലും ഉടനെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തൊരു 5 സെക്കൻഡ് നമ്മൾ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ശരിക്കും നമ്മൾ വലിയ പീസാക്കിയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചതക്കിയിടരുത്, വലിയ പീസാക്കി കട്ട് ചെയ്തിടണം. അതുപോലെ തന്നെ കൂടെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊരു 1 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇതൊക്കെ ഒരു മീഡിയം ലോ ഹീറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ, മറ്റേ കടകും ഇതൊക്കെ കരിഞ്ഞു പോകും. ശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് ചുവന്ന മുളകാണ്, 2 ടീസ്പൂൺ ചുവന്ന മുളക്. അത് നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ്, ഓവർ എരിവ് വേണ്ടാന്ന് വെച്ചിട്ട് 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത്. കൂടെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. രണ്ടും ഇട്ടതിന് ശേഷം ഒരു 1 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ലോ ഹീറ്റിൽ ഒന്ന് സോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞു വെച്ച കാരക്കയാണ്. ഒരു 100 ഗ്രാം കാരക്ക നമ്മൾ ആഡ് ചെയ്യുക, ഈന്തപ്പഴം. എന്നിട്ട് ശേഷം 1 മിനിറ്റ് നമ്മൾ നല്ലോണം സോട്ട് ചെയ്യുക, എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ കുരുവൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ച നമ്മളെ ഉറുമാമ്പഴം. ശരിക്കും കളർഫുള്ളാണ്, കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അത് ആഡ് ചെയ്ത് നല്ല ഒരു 2 മിനിറ്റ് നല്ല മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മളത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേ ശരിക്കും ആ ഉറുമാമ്പഴത്തിൻ്റെ വെള്ളമൊക്കെ ശരിക്കും ഡിസോൾവ് ആവുള്ളൂ. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ വെള്ളമൊക്കെ കുറേയൊക്കെ ഡിസോൾവ് ആയി അതിൻ്റെ ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റെങ്കിലും നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കുക. ഒരു 25-30 മിനിറ്റ് നമ്മൾ ഏകദേശം നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കാണാൻ പറ്റും. ഒരു ഗ്രേവി പോലെ ആകുന്നവരെ നമ്മളത് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് നിർത്തി ഇളക്കണേ, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, മറ്റേ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് അച്ചാർ ഒരു 95% ആയിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ ശരിക്കും നമ്മൾ സാധാരണ അച്ചാറിൻ്റെ ആ കൺസിസ്റ്റൻസിയിലെത്തും. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ട രീതിയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സുറുക്കൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദിവസം എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സുറുക്ക ആഡ് ചെയ്താൽ മതി. അതല്ലാണ്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ദിവസം ഉപയോഗിക്കാം, പ്രശ്നമില്ല. മറ്റല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ ശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.